സ്വദേശിനിയെ മതം മാറ്റി ഭീഷണിപ്പെടുത്തി സിറിയയിലേക്ക് കടത്താൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതി മുഹമ്മദ് റിയാസിനെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിന്റെ മുഴുവൻ ചിത്രവും വ്യക്തമാകൂ എന്ന് NIA കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് റിയാസിനെ 5 ദിവസത്തെ NIA കസ്റ്റഡിയിൽ കൊച്ചി NIA കോടതി വിട്ടത്. മതപരിവർത്തനവും വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്തതും പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചതുമെല്ലാം ബംഗളൂരുവിലെ RT നഗറിലാണ്. അതിനാൽ വിശദമായ ചോദ്യം ചെയ്യലിനൊപ്പം പ്രതിയെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുമാണ് NIA നീക്കം. മതപരിവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഒരു സ്ത്രീയായിരുന്നെന്നും സാക്കിർ നായിക്കിന്റെ അടക്കം പ്രഭാഷണം കേൾപ്പിച്ച് പ്രത്യേക കോഴ്സിലൂടെയാണ് ഇത് സാധ്യമാക്കിയതെന്നും പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. കലൂർ, ബംഗളൂരു, കണ്ണൂർ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റാക്കറ്റാണ് എല്ലാ ഒത്താശകളും ചെയ്തതെന്നും പോലീസിന് വ്യക്തമായിരുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന് NIA പറയുന്നു. ഒപ്പം മുഹമ്മദ് റിയാസിന് IS ഉൾപ്പെടെയുള്ള സംഘടനകളുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുകയാണ്. പെൺകുട്ടിയെ സിറിയയിലേക്ക് കടത്താനുള്ള ശ്രമത്തിന് പിന്നിൽ ലക്ഷ്യമെന്നും അന്വേഷിക്കുന്നുണ്ട്. കേസിൽ വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കവും ആരംഭിച്ചു. റിയാസിന്റെ ബന്ധുക്കളായ ഫവാസ് ജമാൽ, സിയാദ് എന്നിവരെ UAPA ചുമത്തി പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. യശ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.